ഹായ് ഹലോ നമുക്ക് ചിക്കൻ്റെ പാർട്സ് ഉണ്ട് ഒരു കറി നെയ്ച്ചോറും ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഒരു വെല്ലുള്ളി ഇട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടോ. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ് കേട്ടോ. പിന്നെ അതിൻ്റെ മണം എന്ന് മാറുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയില ഇടാട്ട്. ഞാൻ മല്ലിയില ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് പാർട്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. അതിൻ്റെ ഞാൻ ചോറ് വെക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ഉള്ളി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഉള്ളി മണ്ടിപ്പരിപ്പോട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് ആവശ്യമുണ്ടല്ലോ. അത് രണ്ടും ഞാൻ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയിലിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് മിക്സാക്കി അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ അരിയിടാനുള്ള വെള്ളം വെച്ചിട്ടോ. അതിലേക്ക് ഞാൻ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, ഉപ്പും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ സുറുക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കറി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. പിന്നെ നമുക്കിതിലേക്ക് സാലഡ് ആവശ്യമുണ്ടല്ലോ. സാലഡിന് ഞാൻ വെല്ലുള്ളിയും കുക്കുംബറും തക്കാളിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും സുർക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടോ. അപ്പോൾ ഞാൻ വേഗം അരി കഴുകിയിട്ട് അതിലിട്ടിട്ടോ. ചോറ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ദമ്മിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. പിന്നെ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ അതിലേക്ക് ചോറ് വിളമ്പി, പാർട്സ് കറി വിളമ്പി, കുക്കുംബറിൻ്റെ സലാഡ് വിളമ്പി, നാരങ്ങച്ചാറും വിളമ്പിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.